ബാഗാണ് ഞാൻ ആദ്യം പരിശോധിച്ചത്. ഫോറൻസിക് ആവശ്യത്തിനുള്ള പ്രത്യേകതരം ബാഗാണിത്. ഇതിന്റെ പുറത്ത് ഒരുതരം സീരിയൽ നമ്പർ പതിപ്പിച്ചിട്ടുണ്ട്. സാധാരണ വെളിച്ചത്തിൽ നോക്കിയാൽ അത് കാണില്ല. അൾട്രാ വയലറ്റ് വെളിച്ചത്തിൽ മാത്രമേ അത് കാണാൻ കഴിയൂ. ഈ ബാഗിലെ നമ്പർ പരിശോധിച്ചപ്പോഴാണ് ഇത് പഴയ ബാഗ് അല്ല എന്ന് മനസ്സിലായത്. അപ്പോ ഈ സീരീസ് നമ്പറുള്ള ബാഗുകൾ ആരാണോ കൈവശം വെച്ചിരിക്കുന്നത് അയാൾ തന്നെയാണ് കൃത്രിമം കാണിച്ചിരിക്കുന്നത്. ഇവൻ കൈവശം വെച്ചിരുന്ന ബാഗാണിത്. എന്ത് വില കൊടുത്തും കൃഷ്ണപ്രസാദിനെ രക്ഷപ്പെടുത്തുക, അത് മാത്രമായിരുന്നു അവന്റെ ലക്ഷ്യം. എന്നിട്ട് പ്രീതുവിനെ സ്വന്തമാക്കുക. പറയടാ, എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീയല്ലേ ചെയ്തത്? അതേടാ, ഞാൻ തന്നെയാ ചെയ്തത്. നിരപരാധിയായ ഒരു പാവത്തിന്റെ തലയിൽ കൊലക്കുറ്റം ചുമത്തി നീ ജയിക്കാൻ നോക്കിയപ്പോ ഞാനത് തടഞ്ഞു. അത് ചതിയെങ്കിൽ ചതി. കൃഷ്ണപ്രസാദിനെ ഞാൻ രക്ഷിച്ചു. ഇനി നിനക്കെന്നല്ല ഒരാൾക്കും ഒരു കാലത്തും അവനൊന്നും ചെയ്യാനാവില്ല. സാർ, ഞാൻ മാത്രമല്ല സാർ തെളിവിൽ കൃത്രിമം ഉണ്ടാക്കിയത്. കൃഷ്ണപ്രസാദിനെതിരെ കിഷോർ ഉണ്ടാക്കിയ ഓരോ തെളിവുകളും കൃത്രിമ തെളിവുകളായിരുന്നു. അവനെ പ്രതിയാക്കാൻ മറ്റാരോ വെച്ച കണി തിരിച്ചറിയാൻ ഇവന് കഴിഞ്ഞില്ല. കൃത്രിമ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നീ അവനെ ശിക്ഷിക്കാൻ ഒരുങ്ങിയപ്പോ അവനെ രക്ഷിക്കാൻ എനിക്കും കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കേണ്ടി വന്നു. അങ്ങനെ ഒരു കുറ്റവാളി ഉണ്ടായിരുന്നെങ്കിൽ നീ അയാളെ കണ്ടെത്തണമായിരുന്നു. എന്താ ഇവന് കേസ് ഫയൽ ക്ലോസ് ചെയ്യേണ്ടി വന്നത്? ഇവൻ സംശയിച്ച ആള് കുറ്റവാളി ആയിരുന്നില്ല. ഒടുവിൽ ഇവന് തന്നെ അന്വേഷണം അവസാനിപ്പിച്ച് ഫയൽ ക്ലോസ് ചെയ്യേണ്ടി വന്നു. സർ, ഡിപ്പാർട്ട്മെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും നാണംകെട്ട ചതിയാണ് അവൻ ചെയ്തത്. ഇല്ലാത്തൊരു കുറ്റവാളിയുടെ പേരും പറഞ്ഞ് യഥാർത്ഥ കൊലയാളിയെ അവൻ രക്ഷപ്പെടുത്തി. മിസ്റ്റർ വിവേക്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല സർ. ഡു യു വാണ്ട് ടു എൻ്റർ എ പ്ലീ? നോ സർ. Then